പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരെ വെല്ലുവിളിച്ച് കരാർ കമ്പനി 2 ദിവസം മുമ്പ് റോഡ് അടച്ചിടുമെന്ന് അറിയിപ്പ് നൽകി പ്രവൃത്തി നടത്താതെ നാട്ടുകാരെ കബളിപ്പിച്ച കമ്പനി ഒരു മുന്നറിയിപ്പും നൽകാതെ വ്യാഴാഴ്ച റെയിൽവേ ഗേറ്റ് പരിസരത്ത് ടാറിംഗ് തുടങ്ങിയത് ജനങ്ങളെയാകെ വലച്ചു. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാത നവീകരണവുമായി ബന്ധപ്പെട്ട് വാടാനംകുറിശി ഗേറ്റ് പരിസരത്തും പട്ടാമ്പി കൽപ്പക ഭാഗത്തും ടാറിങ്ങിനായി 4-ന് അർദ്ധരാത്രി മുതൽ ഗതാഗതം നിരോധിക്കുമെന്നും 6-ന് രാവിലെ റോഡ് തുറന്നുകൊടുക്കുമെന്നുമാണ് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ തുറക്കേണ്ട സമയത്തായിരുന്നു റൂട്ടിൽ ഗതാഗതം താറുമാറാക്കിയുള്ള പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി ദിനമായ വ്യാഴാഴ്ച രാവിലെ അപ്രതീക്ഷിതമായി നിർമ്മാണം നടത്തിയതോടെ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയവരും വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം വലഞ്ഞു. രാവിലെ വാടാനംകുറിശി ഗേറ്റ് മുതൽ ഇരുവശങ്ങളിലേക്കും 1 കിലോമീറ്ററിലേറെ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് രൂപപ്പെട്ടത്. കരാർ കമ്പനിയുടെ ധിക്കാരപരമായ നിലപാടിനെ വെയിൽ കൊണ്ടുനിന്ന യാത്രക്കാർ പ്രാകുന്നുണ്ടായിരുന്നു. പലരും കിഫ്ബി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഒരു വശത്ത് ടോൾ പിരിവിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾക്കും തികഞ്ഞ മൗനം. ജനദ്രോഹകരമായ സംവിധാനങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാതെ അടിച്ചമർത്തപ്പെട്ടവന്റെ നെടുവീർപ്പുകളാണ് ഇവിടെ ഉയർന്നത്. 2 ദിവസം മുന്നേ ഏറെ കൊട്ടിഘോഷിച്ചിട്ട് 4-ാം തീയതി അർദ്ധരാത്രി റോഡ് അടച്ച് 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി പുലർച്ചെ എല്ലാ പണികളും പൂർത്തീകരിച്ച് റോഡ് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസവും അതിനനുസരിച്ച് പണികൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ എഞ്ചിനീയർമാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പരീക്ഷകളും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടാണ് അത് നീട്ടിവെച്ചത്. അതുകൊണ്ട് രാത്രി മാത്രം റോഡ് പണി നടത്തും. രാത്രി റോഡ് പണി തുടങ്ങി രാവിലെയോടുകൂടി റോഡ് പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ ഈ റോഡ് പണി ഇന്ന് രാവിലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനത്തിനായി ഇത്തിരി ഏറെ ത്യാഗങ്ങൾ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പൊടി തിന്നും വഴിയിൽ കാത്തുനിന്നും സഹനം തുടങ്ങിയിട്ട് കാലം കുറേയായി. നമ്മൾ എന്ത് കാട്ടിയാലും അവരെന്ത് കാട്ടിയാലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കാരണം ഈ തെണ്ടിത്തരം ചെയ്യാൻ പാടുണ്ടോ? ഇതൊന്നിൽ രാത്രി ചെയ്താൽ പോരെ. എത്ര സൗകര്യമുണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, എത്ര കുട്ടികളെ ബുദ്ധിമുട്ടുണ്ട്, എത്ര ആശ്രയ കേസ് ഇപ്പോൾ ഒരു ആശ്രയ കേസുള്ള വണ്ടിയാണ് നിൽക്കണം അപ്പുറത്ത്. അവനെങ്ങനെ ഇതിനുള്ളിൽ കൂടെ പോവുക? എന്ത് ചെയ്താലും ഇവർ നമ്മൾ പ്രതികരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നല്ല. ഇല്ല, ഇപ്പം ഇന്ന് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞില്ല, 4 ദിവസം പറഞ്ഞതല്ലേ ക്ലോസ് ചെയ്യുന്നു. ഇന്നിപ്പോൾ അത് ആരും പുറത്തിറങ്ങില്ലല്ലോ. എന്നാൽ വേറെല്ല വഴി നോക്കി പോയി ആൾക്കാർ. ആയിരക്കണക്കിന് വാഹനങ്ങൾ പ്രതിദിനം സർവീസ് നടത്തുന്ന ഒരു റൂട്ടിൽ എന്ത് നവീകരണത്തിൻ്റെ പേരിലായാലും ഒരു പ്രവൃത്തി നടത്തേണ്ടത് ഇങ്ങനെയല്ല. എല്ലാം തോന്നിയ പോലെയാകാം, ജനങ്ങൾ സഹിക്കട്ടെ എന്ന മനോഭാവം കരാർ കമ്പനിയുടെ ധാർഷ്ട്യവും അധികാരികളുടെ ധിക്കാരവുമാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ വാടാനംകുറിശി മേഖലയിൽ നടത്തിയ പ്രവൃത്തി മൂലം വലഞ്ഞത് ആശുപത്രിയിലെത്തേണ്ട രോഗികൾ മുതൽ കൊച്ചുകുട്ടികൾ വരെയാണ്. വഴി നന്നായാൽ നല്ലത്. എന്നാൽ ഇങ്ങനെയാണ് വഴിവെട്ടെങ്കിൽ ഭേദം ഞങ്ങളുടെ പഴയ പൊളിഞ്ഞ പാതയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.